നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡ്രൂ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ തലക്കടിച്ചു കൊന്നത് 15-കാരൻ. ഉപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അസം സ്വദേശിയായ 19-കാരൻ കുറ്റക്കാരനെന്ന് കോടതി. വെള്ളിയാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ പല്ലിയെ കിട്ടിയതായി പരാതി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ഈ മാസം 20-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കിടിച്ചു കൊലപ്പെടുത്തി. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ 17 വയസ്സുള്ള അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ 17 വയസ്സുള്ള അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവമുണ്ടായത്. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ വീണ്ടും തർക്കമുണ്ടാവുകയും 15 വയസ്സുകാരൻ അങ്കിത്തിനെ തലക്കടിക്കുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്ത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുൻപാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അസം സ്വദേശിയായ 19-കാരൻ കുറ്റക്കാരനെന്ന് കോടതി. വെള്ളിയാഴ്ച കോടതി ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും. മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ആസാം സ്വദേശി 19-കാരൻ കുറ്റക്കാരനെന്ന് കോടതി. വെള്ളിയാഴ്ച കോടതി ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും. 2023 മാർച്ച് 30-ന് മുപ്ലിയത്തുള്ള സ്വകാര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുട്ടിയുടെ അമ്മ നജ്മ ഖാത്തൂൺ, അച്ഛൻ മഹാരൂൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു. കമ്പനിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ അവിടേക്ക് സംഭവത്തിന്റെ തലേ ദിവസം വന്നതാണ്. നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ 7-ന് നജ്മയുടെ ഭർത്താവും മറ്റു പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ ചക്ക വെട്ടിവെച്ചിരുന്ന വെട്ടികത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന 5 വയസ്സുകാരൻ മകൻ നജ്റുൽ ഇസ്ലാം എന്ന കുഞ്ഞിനെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ആക്രമണത്തിൽ നജ്മയുടെ വിരൽ അറ്റുപോവുകയും 2 കൈയുടെ എല്ലൊടിയുകയും തലയിൽ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടി സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കമ്പനി ജോലിക്കാർ കൂടി പിടിച്ചുകെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി CI S ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. സംഭവ സമയം മാനസിക അസുഖമാണെന്നും പ്രതിയെ കളവായി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും പ്രതിക്ക് വേണ്ടി ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദമെടുത്തു. എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഹാജരാക്കി വിസ്തരിച്ച 22 സാക്ഷികളെയും 40 രേഖകളും 11ഓളം തൊണ്ടിമുദ്രകളും ഉപയോഗിച്ച് പ്രതിക്കെതിരായുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ദ്വിഭാഷിയെ ഉപയോഗിച്ചാണ് സാക്ഷിമൊഴികളും പ്രതിയെയും വിസ്തരിച്ചത്. യാതൊരു തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്ത പ്രതിക്ക് മാനസിക അസുഖമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയിലടക്കം പലതവണ ജാമ്യ ഹർജിയുമായി പോയ പ്രതിയെ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജാമ്യം നിഷേധിച്ച് വിചാരണ തടവുകാരനായിട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പ്രതിയുടെ വയസ്സ് ശിക്ഷ നൽകുന്നതിനെ ബാധിക്കരുത് എന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത ചെയ്ത പ്രതി സമൂഹത്തിന് വിപത്താണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരായി. ശിക്ഷാവിധി വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും.
ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ പല്ലിയെ കിട്ടിയതായി പരാതി. ബസ് സ്റ്റാൻഡ് കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് പല്ലിയെ കിട്ടിയതായി പരാതിയുള്ളത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി. ബസ് സ്റ്റാൻഡ് കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് പല്ലിയെ കിട്ടിയതായി പരാതിയുള്ളത്. ആനന്ദപുരം സ്വദേശി തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനുമാണ് കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം മകൾക്കായി 2 സമൂസ പാർസൽ വാങ്ങി വീട്ടിലെത്തിയത്. വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടെയാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ കണ്ടതെന്ന് സിനി പറയുന്നു. ഉടൻ അവർ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധന നടത്തിയതിൽ സമൂസ കടയിൽ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലംകുന്ന് AB ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിർമ്മിച്ച് കടകളിൽ വിതരണം ചെയ്യുന്നതാണെന്നായിരുന്നു ഷോപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണം. തുടർന്ന് വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിന് ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി. അതേസമയം സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയെന്ന വീട്ടുകാരുടെ പരാതി ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിലെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേലമഹോത്സവവും ഈ മാസം 20-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഉല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ക്ഷേത്രം ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളിൽ 84 വയസ്സ് പൂർത്തീകരിച്ചവരെയും 50-ാം വിവാഹ വാർഷികം കഴിഞ്ഞ ദമ്പതികളെയും ചടങ്ങിൽ ആദരിക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ കോർത്തിണക്കിയ ജോൺസൺ മാസ്റ്റർ ഗാനോത്സവം എന്ന പരിപാടിയും ഉണ്ടായിരിക്കും. ജനുവരി 19-ന് വൈകിട്ട് ചമയ പ്രദർശനം ആരംഭിക്കും. വേലദിനമായ ജനുവരി 20-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വേലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടൊപ്പം നവകം, പഞ്ചഗവ്യം എന്നിവ നടക്കും. രാവിലെ 9:30 മുതൽ 11:30 വരെ ശീവേലി എഴുന്നള്ളിപ്പിൽ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. 10 മുതൽ പ്രസാദഊട്ട്, വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കാഴ്ച ശീവേലി, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡിമേളം, തുടർന്ന് 7-ന് കുടമാറ്റം, 7:15-ന് വേലകളി, 9:45-ന് വെടിക്കെട്ട്, ജനുവരി 21-ന് പുലർച്ചെ 4:30 മുതൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് 10:30-ന് വലിയ ഗുരുതിയോടെ 7 ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും. ജനുവരി 27 തിങ്കളാഴ്ച നട തുറപ്പ് മഹോത്സവം നടക്കും. രാവിലെ 9-ന് ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിക്കും. വാർത്താ സമ്മേളനത്തിൽ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പുരോഗമന പ്രവർത്തനങ്ങള് ഈ വർഷം ഒരു 50 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒരു അലങ്കാര ഗോപുരവും റോഡ് 11 മീറ്റർ വീതിയിലും 100 മീറ്റർ നീളത്തിലും ഒരു റോഡും നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 17-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് നാളെ നമ്മളുടെ ക്ഷേത്രം രക്ഷാധികാരിയും ഉപദേശ സമിതി അംഗങ്ങളും കൂടി നിർവഹിക്കുകയാണ്. ക്ഷേത്രം ഉപദേശ സമിതിയുടെ ചെയർമാനായ TS പട്ടാഭിരാമൻ, അതുപോലെ തന്നെ TS പട്ടാഭിരാമനും TS അനന്തരാമനും കൂടി നിർവഹിക്കുകയാണ്.
കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ, വർഗീസ് തൊമ്മാന, ജോസ് മാത്യു ഊക്കൻ എന്നിവർ നേതൃത്വം നൽകി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും സെബസ്ത്യാനോസിന്റെ ബഹുമാനത്തിനുമായി ഉയർത്തുന്ന പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്ക് നമ്മുടെ സഹായം ലഭ്യമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ജില്ലാ വനിതാ ശിശു വികസന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോഷ് ആക്ടിനെ കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ, തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ വാരം കനൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങ് പ്രിൻസിപ്പൽ NJ സാബു ഉദ്ഘാടനം ചെയ്തു. രാഗിയ ജോസ്, ലിബിൻ ചമണ്ണൂർ, BS സുജിത് എന്നിവർ സംസാരിച്ചു. TLSC പാനൽ അഡ്വക്കേറ്റ് പ്രിയങ്ക രാജ്, APHSS സ്കൂൾ കൗൺസിലർ PD ലീന, GHSS സ്കൂൾ കൗൺസിലർ KK സ്റ്റെല്ല എന്നിവർ ക്ലാസ്. നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന 2 ബഹുമാന്യരായ ടീച്ചേഴ്സും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സംഘടനാ നേതൃത്വത്തിൽ മാറ്റങ്ങളുമായി BJP പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. അരുൺകുമാർ പുതുക്കാട്, KB സന്ദീപ് അമ്പല്ലൂർ, PS സുബീഷ് ആളൂർ, VC സിജു കൊരട്ടി, TV പ്രജിത്ത് ചാലക്കുടി, KS അനൂപ് മാള, ചിഞ്ചു രാജീവ് ചേർപ്പ്, ആർച്ച അനീഷ് ഇരിങ്ങാലക്കുട, അശ്വിൻ വാര്യർ ഒല്ലൂർ എന്നിവരാണ് പുതിയ മണ്ഡലം തല പ്രസിഡന്റുമാർ. കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. UGC മാർക്ക് നിർദ്ദേശപ്രകാരം 2 മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യത പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം റാങ്ക് ജേതാവാണ്. രാമകൃഷ്ണനൊപ്പം മറ്റു 9 പേരും വ്യാഴാഴ്ച അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച കമാനത്തിൽ നിയന്ത്രണമിട്ട ബൈക്കിടിച്ച് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കുണ്ടുകാട് സ്വദേശി 46 വയസ്സുള്ള പ്രദീപാണ് മരിച്ചത്. മണ്ണുത്തി അക്കരപ്പുറത്ത് വെച്ചായിരുന്നു അപകടം. ബൈക്ക് കമാനത്തിലിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ പ്രദീപിനെ ഉടൻ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗമായിരുന്നു പ്രദീപ്. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബി അധ്യക്ഷത വഹിക്കും. സിനി ആർട്ടിസ്റ്റ് MM ശ്രീലക്ഷ്മി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക ബീന കുര്യന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 59,000 കടന്നു. വ്യാഴാഴ്ച 400 രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില 59,000 കടന്ന് കുതിച്ചത്. 59,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,390 രൂപയാണ് വില. ജനുവരി 1 മുതൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. 57,200 രൂപയായിരുന്നു 2025 ആദ്യ ദിനത്തിലെ സ്വർണ്ണവില. ഇപ്പോൾ ഇത് ഉയർന്ന റെക്കോർഡ് നിരക്കിനടുത്തേക്ക് എത്താറായി. 2024 ഒക്ടോബറിലാണ് മുൻപ് സ്വർണ്ണവില റെക്കോർഡിട്ടത്. പവന് 59,640 രൂപയായിരുന്നു അന്ന് ഒരു പവന്റെ വില. ഇനി ഇൻഫോ ടോക്ക്. ആരോഗ്യപരമായ ശരീരത്തിനും മനസ്സിനും ദിവസവും ജ്യൂസുകൾ കുടിക്കാം. അത്തരത്തിലുള്ള 5 ജ്യൂസുകളെ കുറിച്ച് പരിചയപ്പെടാം. ആദ്യത്തേതാണ് നെല്ലിക്ക ജ്യൂസ്. ആരോഗ്യ പരിപോഷണത്തിനും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും ഉതകുന്ന വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. ഇൻഫെക്ഷൻ, ബാക്ടീരിയ തുടങ്ങിയവയെ അകറ്റുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ കുറച്ച് ഹൃദ്രോഗങ്ങളെ അകറ്റാൻ നെല്ലിക്ക സഹായിക്കും. ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
ഗ്യാസ്ട്രിക് പ്രശ്നം, ദഹന പ്രക്രിയയെ സഹായിക്കൽ തുടങ്ങിയവയും നെല്ലിക്കയുടെ ഗുണങ്ങളാണ്. മറ്റൊന്നാണ് പാവയ്ക്ക ജ്യൂസ്. കരൾ രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങളെ അകറ്റാനും അത്യുത്തമമാണ് പാവയ്ക്ക ജ്യൂസ്. ഇത് കുടിക്കുന്നത് കോശങ്ങൾ ശരിയായ അളവിൽ പഞ്ചസാരയെ ഉൾക്കൊള്ളാൻ ഇടയാക്കുകയും അതുവഴി പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. മൂത്രാശയത്തിലെ കല്ലുകൾ അകറ്റാനും പാവയ്ക്ക ജ്യൂസിന് കഴിയും. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കും പാവയ്ക്ക ജ്യൂസ് നല്ലതാണ്. വേറൊന്നാണ് കറ്റാർവാഴ ജ്യൂസ്. സ്കിൻ ഇൻഫെക്ഷനുകൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും മുടികൊഴിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കറ്റാർവാഴ ജ്യൂസ്. വൈറ്റമിൻ ബി, സി, ഇ എന്നിവ ധാരാളമായി ശരീരത്തിൽ എത്തുന്നതിനും കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കാനും പ്രമേഹ നിയന്ത്രണത്തിനും നല്ലതാണ്. മറ്റൊരു ജ്യൂസാണ് ചെരങ്ങ ജ്യൂസ്. നന്നായി കറിവയ്ക്കാവുന്ന ഒരു പച്ചക്കറിയായി എല്ലാവർക്കും സുപരിചിതമാണ് ചെരങ്ങ അഥവാ ചുരയ്ക്ക. നാരുകളുടെ അംശവും ജലാംശവും കൂടുതലുള്ളതിനാൽ വളരെ മികച്ച ഒരു പച്ചക്കറിയും ജ്യൂസ് ഉൽപ്പന്നവുമാണ് ചെരങ്ങ. ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെരങ്ങ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. ശരീരത്തിലെ ഹോർമോൺ ഘടനയെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ചെരങ്ങ ജ്യൂസ് ഗുണം ചെയ്യും. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, നാരുകൾ എന്നിവയുടെ കലവറയാണ് ചെരങ്ങ ജ്യൂസ്. മലബന്ധം, മൂത്രാശയ രോഗങ്ങൾ എന്നിവ അകറ്റുന്നതിന് ദിവസേന ചെരങ്ങ ജ്യൂസ് കുടിക്കുക. ഒപ്പം കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്താനും ഇത് സഹായിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7390, പവന് 59,120 രൂപ. വട്ടണാത്ര പുരക്കാട്ട് ശങ്കരൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വാസന്തിയാണ് ഭാര്യ. സൂരജ്, സൗമ്യ എന്നിവർ മക്കളും. ജെനി, സതീശൻ എന്നിവർ മരുമക്കളുമാണ്. വണ്ണംപേട്ട തെക്കേക്കര ചിറ്റിലപ്പള്ളി കൊക്കാടൻ അന്തോണി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സാറയാണ് ഭാര്യ. ജോയ്, ജോസ്, ജോളി എന്നിവർ മക്കളും. ഷിബി, ഷിനു, ജിഷു എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ ചാത്തക്കുടത്ത് കുട്ടൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്യായനിയാണ് ഭാര്യ. സജീബ്, രജി എന്നിവർ മക്കളും. ശ്രീജ, ദിവ്യ എന്നിവർ മരുമക്കളുമാണ്. കൊടകര കാരൂർ കാടുകുറ്റി മഠത്തിൽ വിജയൻ നായർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രത്നമാണ് ഭാര്യ. രചന മകളും. US സുധീഷ് ബാബു മരുമകനുമാണ്. എറവക്കാട് മണക്കുന്നത്ത് വിശ്വംഭരൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കയാണ് ഭാര്യ. ശോഭന, ഹരിദാസൻ, ശിവദാസൻ, മോഹൻദാസ് എന്നിവർ മക്കളും. ശശി, വിനീത, സുജാത, ബേബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ചിൽഡ്രൻസ് ഹോമിൽ 17കാരൻ കൊല്ലപ്പെട്ടു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ തലക്കടിച്ചു കൊന്നത് 15കാരൻ. ഉപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അസം സ്വദേശിയായ 19കാരൻ കുറ്റക്കാരനെന്ന് കോടതി. വെള്ളിയാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ പല്ലിയെ കിട്ടിയതായി പരാതി. തൃക്കൂർ മണിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ഈ മാസം 20 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.